വീരപ്പൻ, കൂസ് മുനിസ്വാമി വീരപ്പൻ. ഒരു കാലത്ത് ഇന്ത്യയിലെ തെക്കൻ കാടുകൾ അടക്കി വാണ മനുഷ്യൻ. 184 മനുഷ്യരെയും 2000 ആനകളെയും കൊന്നൊടുക്കിയ ക്രൂരൻ. ആ തലയ്ക്ക് 5 കോടി രൂപയായിരുന്നു സർക്കാർ വിലയിട്ടത്. 1994 ഈ മനുഷ്യൻ്റെ കൂടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. മലപ്പുറം സ്വദേശി ശിവദാസൻ. വീരപ്പൻ്റെ കൂടെ നടന്ന് ശിവദാസൻ കണ്ട കാഴ്ചകൾ നമുക്ക് ഭയത്തോടെ മാത്രം കേൾക്കാൻ സാധിക്കുന്ന നാളുകൾ ഓർത്തെടുക്കുന്നു ശിവദാസൻ. ഞാൻ ശിവദാസൻ. വീരപ്പൻ്റെ സംഘത്തിൽ ഞാൻ എങ്ങനെ എത്തിപ്പെട്ട് അവിടെ എങ്ങനെ കുടുങ്ങിയത്, ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾ കുറേ അന്വേഷിച്ചു കേട്ടോ. ഒരുപാട് കാലമായി ശിവദാസേട്ടനെ എവിടെയാണ് ഒരു പിടിയും കിട്ടുന്നില്ല. അന്വേഷിച്ച് ഒടുക്കം ഞങ്ങൾ കണ്ടെത്തിയിട്ട്. ശരിക്ക് എന്താണ് ശിവദാസേട്ടൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ കോഴിക്കാട്ടം, ആട്ടുംകാട്ടം, ചാണകപ്പൊടിൻ്റെ ബിസിനസ്സാണ് 48 കൊല്ലമായിട്ട് വെട്ടം പഞ്ചായത്തിൽ കേരളത്തിൽ എവിടെയും കൊടുക്കും. അങ്ങനെ ഞാനും ഭാര്യയും കൂടിയായിട്ടൊന്ന് തെറ്റി. അപ്പോൾ ഭാര്യ കുട്ടികളെ എടുത്തിട്ട് അവളെ അങ്ങോട്ട് പോയി. ഞാൻ സുൽത്താൻ ബത്തേരിക്ക് ജോലി തേടിപ്പോയി. അവിടെ മുല്ലപ്പള്ളി ലോഡ്ജിലാണ് റൂം എടുത്തിരുന്നത്. ഇപ്പോൾ പിന്നെ മുല്ലപ്പള്ളി ലോഡ്ജിലില്ല, അവിടെ ഹോസ്പിറ്റലാണ്. കിട്ടിയ ജോലി കർണാടക, തമിഴ്നാട് കാട്ടുന്ന ചന്ദനം തലച്ചൊമ്പടായിട്ട് ഏറ്റിക്കൊണ്ടുവരാനുള്ള ജോലിയാണ് കിട്ടിയത്. 4 പ്രാവശ്യം ഏറ്റിക്കൊണ്ടുവന്ന് ഒരു 40,000 ഉറുപ്പിയോളം കിട്ടി. 5-ാമത്തെ പ്രാവശ്യം പോകുമ്പോഴാണ് സത്യമംഗലം കാട്ടുന്ന വീരപ്പനേറ്റ് കണ്ടുമുട്ടുന്നത്. അത് ഏത് വർഷത്തിലത്? 90-92 കാലത്തിലാണ്. അപ്പോൾ കണ്ടുമുട്ടി. അപ്പോൾ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു, അവരും 8 പേര്. നേരിട്ട് വീരപ്പനെ കണ്ടു? നേരിട്ട്. അപ്പോൾ ഒപ്പുള്ള ആൾക്കാരൊക്കെ ഓടി. ഞാൻ ഭക്ഷണം വെച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. ചോറ് ഈ ഓയിലിൻ്റെ ടിന്നൊക്കെ വെട്ടിയിട്ട് അതിലാണ് ചോറ് വെക്കുക. അങ്ങനെ ചോറ് വെച്ചും കൊണ്ടിരിക്കുമ്പോൾ ഈ വീരപ്പനും ടീമും ഇവിടെ സത്യമംഗലം തിമ്പം സ്വരത്തിൻ്റെ മേലെയാണ് ഈ സംഭവം. മണ്ണാരിയമ്മൻ കോയിലുണ്ട് സത്യമംഗലം കഴിഞ്ഞിട്ട് മൈസൂർ റോട്ടിൽ, ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ വീരപ്പനെ ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് കൂടി വന്നപ്പോൾ ഒപ്പുള്ള ആൾക്കാർ ഓടി. ഞാൻ എവിടേക്ക് ഓടുന്നത്? ഞാൻ ഉൾക്കാടിൻ്റെ ഉള്ളിലല്ലേ ഇത് കിടക്കുന്നത്, എവിടേക്ക് ഓടാനാണ്? ഞാനവിടെ തന്നെ. ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ പേപ്പറിലും ടി വിയിലൊക്കെ കണ്ടിരുന്ന അതേ വീരപ്പൻ. അപ്പോൾ മൂപ്പര് വന്നിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ ഒരു 5 മാസം നിൽക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, ഞങ്ങൾക്ക് ആനക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ചന്ദനം എടുക്കാൻ പോകേണ്ടത്. അപ്പോൾ ഒപ്പമുള്ളവരോടൊക്കെ എന്തൊക്കെയോ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിങ്ങാണ്ട് അവരൊക്കെ പോകാൻ തയ്യാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഏതെങ്കിലും റോട്ടിൽ കൊണ്ടുപോയി വിട്ടോളി, ഞാൻ അവിടുന്ന് ബസ് കയറി പോയിക്കോളാന്ന്. നടക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ കൂടിയിട്ട് ഞങ്ങളടുത്തുള്ള അരി സാമാന്യം ഒക്കെ എടുത്തുങ്ങാണ്ട് നേരെ അവൻ്റെ ക്യാമ്പിലേക്ക് പോയി. അതെവിടെയായിരുന്നു? അതും സത്യമംഗലത്തിൻ്റെ വടക്ക് ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് വാഹനങ്ങളൊന്നും പോവില്ല, ഉൾക്കാടാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടതെന്ന് ചോദിച്ചാൽ, ഇറച്ചി വേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങളടുത്ത് തോക്കൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പോയി ഒരു മാനിനടിച്ച് വെടിവെച്ച് കൊന്ന് ഉടനെ തോലൊക്കെ ഉരിച്ച് തലയും കയ്യും കാലൊക്കെ അപ്പം ചാറ് വെച്ച് ബാക്കി പന്തൽ കെട്ടിയിട്ട് ഇറച്ചി നീളത്തിൽ മുറിച്ചിട്ടേ പന്തൽമ തൂക്കിയിട്ട് അടിയിൽ നിന്ന് തീയിടുക. അപ്പം ഇത് കരുവാടാവും, ഉണങ്ങി ചുക്കമാരിയാവും. അപ്പോൾ പിന്നെ എപ്പോഴും മാന്യ വെടിവെക്കേണ്ടതില്ല. ഈ ഉണങ്ങിയ ഇറച്ചി എടുത്തിട്ട് ചാറ് വെച്ചാൽ മതി, പൊരിക്കുകയും ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 8 ആളും അവർ 8 ആളും 16 ആൾക്കാർക്കുള്ള ഭക്ഷണം വേണ്ടേ. 2 നേരം ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ ഒപ്പമുള്ള ആൾക്കാരോട് പറഞ്ഞ് നിലമ്പൂരുള്ള ആളാണ്, അയ്യപ്പൻ എന്നാണ് ആ ആളെ പേര്, നമുക്ക് കുറച്ച് അരി സാധനങ്ങൾ കിട്ടുമോയെന്ന് ചോദിച്ച്. കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മൂക്കമ്പാളയത്തു നിന്ന് മേടിച്ചിട്ട് വരാന്നിട്ട് അവരെടുത്ത് ഒരു 50,000 ഉറുപ്പിക കൊടുത്തു. അവർ 50,000 വെച്ച് മുങ്ങി. അവർ മുങ്ങി, 7 ആൾ മുങ്ങി. അങ്ങനെ വീരപ്പന് രാത്രി ഒരു 2 മണിക്ക് ഉണർന്ന്. അപ്പം എന്നിട്ട് പറയാണ് ഇന്ന അണ്ണാച്ചി എന്നാണ് വിളിക്കല്. അണ്ണാച്ചി പോയ അവർ തിരിച്ചു വരില്ല. അതെന്താണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്? 2 മണിയല്ലേ ആയിട്ടുള്ളൂ. ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ
കട്ടിൽ നിന്ന് വീണിട്ട് പല്ലൊന്ന് പോയി. അപ്പം ഇനി പോയ ആൾക്കാർ തിരിച്ചു വരില്ല. അങ്ങനെ 4 മണി വരെ അവിടെ കാത്ത് വന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് പഴയ ക്യാമ്പിലേക്ക് വന്ന് പിന്നെ രാഗി പൊടിച്ച പൊടിയുണ്ട്. അത് കർണാടക സ്റ്റേറ്റിലാണ്. രാഗി മുദ്ദ എന്നും പറയും, കളി എന്നും പറയും. അപ്പം രാഗി മുദ്ദ ഉണ്ടാക്കി ഉണങ്ങിയ ഇറച്ചി ചാറും വെച്ച് ഞാനിങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് ലാസ്റ്റ് തിന്ന എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് കിഴക്ക് ഭാഗത്തിരുന്ന കാവൽക്കാരൻ വടക്കോട്ട് ഓടുകയാണ്. പോലീസ് വന്നിട്ടുണ്ട് എന്നിട്ട് വളഞ്ഞു നിന്നിട്ട്. അപ്പോൾ 75 ബറ്റാലിയനാണ് അവിടേക്ക് വന്നത്. BSFൻ്റെ 75 ആൾക്കാരാണ് വന്നത്. അങ്ങനെ ഈ കാവക്കാരൻ്റെ പിന്നെ പുറയിൽ അവർ ഓടി. അപ്പോഴത്തിന് വീരപ്പ റെഡിയായി എന്നല്ല. പിന്നെ അണ്ണാച്ചി നമ്മളെ ആൾക്കാരെ കൂടെ പോയിക്കോളി, മായാർ ക്യാമ്പിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞ്. അപ്പം ഞാനിവർ പുറയിൽ ഓടുകയാണ്. അങ്ങനെ ഉള്ള കുറച്ച് രാഗിപ്പൊടി ഉണങ്ങിയ ഇറച്ചി എടുത്ത് ഭയങ്കര കട്ടിലേക്കാണ് ഉരുണ്ട് പെരണ്ട് പോണത്. ഞങ്ങളവിടെ എത്തി, മായാർ സ്പോട്ടിലെത്തി, മായാർ ഡാമിൻ്റെ ആ ഭാഗത്തെത്തി. അങ്ങനെ ഇവിടെ ഒരു തൃശ്ശൂർ പൂരാണ് നടക്കുന്നത്. അങ്ങനെ 1.5 മണിക്കൂർ വെടിവെപ്പൻ അവിടെ നടന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്പോട്ടിലേക്ക് വീരപ്പനും അർജുനനും സേത്തുക്കുളി ഗോവിന്ദനും വന്ന്. അപ്പം ഞാൻ ചോദിച്ചണ്ണ എന്താ ഒരു തൃശ്ശൂർ പൂരമായിരിക്കാണല്ലോ നടന്നത്, എന്താ സംഭവിച്ചു എന്ന് വെച്ച്. അണ്ണാച്ചി പിന്നെ എൻ്റെ ആളുകളുടെ ബാക്കിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു ഹിന്ദി പറയുന്ന ആൾ ഉന്നം പിടിച്ചുകൊണ്ട് നിന്ന്. അപ്പം ഞാൻ മുതുകിൽ ഒന്നാണ്ട് കൊടുത്തു. അപ്പം അയാൾ പിന്നെ തോക്ക് എടുത്തുങ്ങാണ്ട് നെഞ്ചിൽ വെച്ചിട്ട് പിന്നെ എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു 20 ആളെ ശരിയാക്കിയിട്ടാണ് ഞാനിപ്പോൾ വരുന്നതെന്ന്. 20 ആളെ വെടിവെച്ച് കൊന്നിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വരവ് നേരെ ഏകദേശം വാളയാറിൻ്റെ കാട്ടിൻ്റെ അതുവരെ വന്ന് കോയമ്പത്തൂർ മധുക്കര എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം വന്നു. അങ്ങനെ അവിടെ ഒരു ആളായിട്ട് ബന്ധപ്പെട്ട് അയാൾ മുഖാന്തരം പിന്നെ ഭക്ഷണ സാധനങ്ങൾ, അരി, പരിപ്പ്, എല്ലാ സാധനവും അയാൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് അയാൾക്ക് നല്ലൊരു എമൗണ്ടും കൊടുത്ത്. അങ്ങനെ 15 ദിവസം ആ ഭാഗത്ത് തന്നെയായിരുന്നു. പോലീസ് ഇവിടെ നിന്നുള്ള അറിയില്ല. 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ വെടിവെപ്പ് നടന്ന ആ റൂട്ടിൽ കൂടി പോയി. അപ്പം ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളും എല്ലാം അവിടെ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു. പ്ലേറ്റൊക്കെ അലുമിനിയം പ്ലേറ്റാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് കാട്ടുകൂടിയ പിന്നെ ഈ മരം കൊത്തി പക്ഷിൻ്റെ സൗണ്ട് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് നിലവിളിച്ചാൽ അതാണ് സംഭവം. അങ്ങനെ 4 ദിക്കുന്ന് അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരിക്കത് അറിയാം. അപ്പം സ്ഥലം അവിടുന്ന് മാറ്റും, ശത്രു വരുന്നുള്ള. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ ഒരു പാമ്പ് വിലങ്ങ് മുറിച്ച് കടന്നാൽ അതിന് തല്ലിക്കൊന്ന ശത്രുവിനേറ്റ് നേരിടാം. തല്ലിക്കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ ശത്രുവിനേറ്റ് നേരിടാൻ പറ്റില്ല. അങ്ങനെയാണോ എൻ്റെ ഐഡിയ. അതെന്താണെന്നുള്ളത് അറിയില്ല, ഓനേത് അറിയുള്ളൂ. തല്ലിക്കൊന്നാൽ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ശത്രു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നേരിട്ടാൽ നമ്മൾ വിജയിക്കും, അല്ലാതെ ഞാൻ വിജയിക്കൂല എന്നാ. അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ പിന്നെ വെള്ളത്തിന് ഭയങ്കര ദാഹം. അപ്പോൾ ഒരു പാറക്കുഴിയിൽ വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ തോർത്ത് ഒരു 4 മടക്കായിട്ട് വിരിച്ചിട്ട് വെള്ളം ഒരു കളറുള്ള വെള്ളമാണ്. ദാഹിക്കുമ്പോൾ പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റില്ല. വെള്ളത്തിൽ വിരിച്ച് വെച്ചിട്ട് ഞാനിങ്ങനെ 4 കാലി വെള്ളം കുടിക്കുന്ന മാതിരി കുടിച്ച്. അപ്പോൾ ആ കുഴിയിൽ നിന്നൊരു ഇളക്കം. അപ്പോൾ നോക്കുമ്പോൾ പാമ്പുണ്ട് വെള്ളത്തിൽ. അതായത് നായൻ്റെ പല്ലുമായിരിക്കത്തൊരു പാമ്പാണ്. നമ്മൾ ചേരപ്പാമ്പിനൊക്കെ അതിൽ സ്പീഡാണ് ഓട്ടത്തിൽ. അപ്പോൾ ചെറിയ മൃഗങ്ങൾ വരുമ്പോൾ മുയൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാമ്പ് അതിനകത്ത് കിടക്കുന്നത്. അപ്പം എന്ത് ചെയ്ത് സേത്തുക്കുളി കോയുന്നതിൻ്റെ ഒരു കമ്പെടുത്ത് മുറിച്ചിട്ട് അതൊക്കെ ചെത്തി കൂർമ്പിച്ചിട്ട് പാമ്പിനെ കുത്തിക്കൊന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 92 മുതലേ എത്ര കാലം ഉണ്ടായിരുന്നു? 5 മാസം. 5 മാസം മൂപ്പരപ്പം നിന്ന്. പിന്നെ കർണാടക STF ആയിട്ട് 6 മാസം. ഈ 5 മാസത്തിനിടയ്ക്ക് കൂടെ ഉണ്ടായാലും എന്താണ് എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാൻ എന്തൊക്കെയാണ് ഒരു തോന്നുന്നത്? 5 മാസം ആയപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണ ഇപ്പം വീട്ടിൽ പട്ടിണിയാവും.
നമ്മളെ കൈ കൊണ്ട് കിട്ടിയിട്ട് വേണം പെര ഉം. അരി വാങ്ങൽ. അപ്പം മൂപ്പര് പറഞ്ഞു ഒരു ചിദംബരനാഥൻ SP ഇവിടെ ഒരു 60 ഏക്കർ കരിമ്പും തോട്ടമുണ്ട്. ഉം. അതായത് ഊട്ടി റോട്ടിൽ പെരുന്നാക്കമ്പാളയം കാന്തവയൽ ഉം. ഉം. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ കരിമ്പും തോട്ടത്തിലേക്ക് മൂപ്പര് ജീപ്പായിട്ട് വരുമ്പോൾ മൂപ്പര് കടത്തി വെച്ചിട്ട് ജയലളിതനായിട്ട് ഒരു പേച്ച് വാർത്ത നടത്തണം എന്നതിൻ്റെ ശേഷം ഞങ്ങളെ വിട്ടോളാം എന്നായിക്കോട്ടെ എന്നും പറഞ്ഞ്. അപ്പോൾ ചിദംബരനാഥൻ SP വിജിലൻസ് SP ആണ്. ഉം. 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 അപ്പോൾ അയാൾ കരിമ്പന്തോട്ടത്തിലേക്ക് അങ്ങോട്ട് പോയ ഉടനെ തന്നെ ആ ഊരിൽപ്പെട്ട ഒരാൾ ഇൻഫർമേഷൻ തന്ന് ചിദംബരനാഥ SP തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ഉം. ഉം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ടാവും, 5-6 മണിയായിട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോൾ ഞങ്ങളൊരു വളവിൽ കരിങ്കല്ല് ബ്ലോക്കാക്കി. ആ ബ്ലോക്കാക്കിയ പൊന്തിയിലാണ് ഞാൻ ഇന്നെ ഇരുത്തിയത്. വീരപ്പൻ തൊട്ടപ്പുറത്ത് ഓ തൊട്ടപ്പുറത്ത് ജീപ്പ് കരിങ്കല്ലിൽ കണ്ടിട്ട് ചവിട്ടിയാൽ ഉടനെ DSPൻ്റെ മടിയിൽ ഡബിൾ ബാർ തോക്കുണ്ടാവും. ആ തോക്കെടുത്തിട്ട് പുറത്തേക്കാണ്ട് ഇടുക. ചിദംബരനാഥ SP പിടിച്ചിറക്കിയിട്ട് ബാക്കിലേക്ക് കൈ കെട്ടുക. ഓ എനിക്ക് തന്ന ഡ്യൂട്ടിയാണ്. അത് ശരി. ജീപ്പ് അവിടെ ചവിട്ടിയ ഉടനെ തന്നെ വീരപ്പൻ അവിടുന്ന് പറഞ്ഞു ഡേയ് ഞാൻ താണ്ടാ വീരപ്പൻ എന്ന്. ഉം. 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 അപ്പോൾ പിന്നെ വീരപ്പനെ ജീവനോട് കൂടി കാണുകയല്ലേ, ആർക്കും ജീവനെ പേടി ഉണ്ടാവില്ലേ. അതെ അതെ അതെ. അപ്പോൾ വലിച്ചിറക്കി പിന്നിലേക്ക് കൈ കെട്ടി. മൂപ്പരെ അളിയനുണ്ടായിരുന്നു ശേഖരരാജ്, കോയമ്പത്തൂർ സുന്ദരാപുരത്താണ് പേര, പൊള്ളാച്ചി റോട്ടിന്. ഉം. പിന്നെ മൂപ്പര് അഞ്ചനുണ്ട്. അഞ്ചൻ തൃശ്ശൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ 3 ആളെയും കൈ കെട്ടിയിട്ടാണ് ഉൾക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോണത്. അപ്പോൾ ജയലളിതനായിട്ടാണ് പിന്നെ പേച്ച് വാർത്ത സംസാരം. മനസ്സിലായി. ആ അപ്പോൾ വൈകുന്നേരം തന്നെ ഞങ്ങളെടുത്ത് ടേപ്പ് റെക്കോർഡുണ്ട്. ടേപ്പ് റെക്കോർഡിൽ പിന്നെ ഉയർന്ന അധികാരി ഒരുവരെയും അവർ ഉണവർ ഇരുവരെയും സന്തനക്കടത്തൽ വീരപ്പൻ കടത്തി വിട്ടതെന്ന് വൈകുന്നേരം ഞങ്ങൾ ന്യൂസിൽ ഞങ്ങൾ കണ്ട്. ഉം. പിന്നെ അങ്ങനെ പേച്ച് വാർത്ത ആദ്യക്ക് പറഞ്ഞ് ഞങ്ങൾക്കുള്ള DSP ഞങ്ങൾക്കുള്ള ഭക്ഷണ സാധനം കൊണ്ട് വരട്ടേന്ന്. ബേബി വീരപ്പനെ ബണ്ണാരിയമ്മൻ കോവിലിൻ്റെ അവിടെയാണ്, അമ്പലത്തിൻ്റെ അവിടെയാണ് ഇവരെ ക്യാമ്പ്. അവിടെ ചെന്ന് ഭാര്യ ക്യാമ്പിലുണ്ട്, ജയിലിൽ ഭാര്യനെ കണ്ട്. ഉം. ഉം. പിന്നെ ഭക്ഷണ സാധനത്തോട് കൂടിയിട്ട് ജീപ്പിലെല്ലാം കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ട്. അപ്പോൾ ഭാര്യനെ എന്തെല്ലാം പിന്നെ ഉപദ്രവം ചെയ്തിട്ടുണ്ട് പോലീസ് എന്നുള്ളത് ടേപ്പ് റെക്കോർഡിൽ പിടിച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഇവിടുന്ന് ഓൺ ചെയ്ത് കാട്ടിൽ നിന്ന് ഉം. ഓൺ ചെയ്തപ്പോൾ അപ്പോൾ മുദ്ദലക്ഷ്മിനോട് അങ്ങോട്ട് ഒരു കാസറ്റ് കൊടുത്തയച്ചല്ലോ. അതിലെല്ലാം നിന്നെ ഏതെല്ലാം രൂപത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാം പറയണം, ഒന്നും ബാക്കിയാക്കരുത് എന്ന് പറഞ്ഞു. ഓ അപ്പോൾ മുദ്ദലക്ഷ്മി പറഞ്ഞ് എൻ്റെ പിന്നെ ഉസിനല എന്ന് പറഞ്ഞാൽ ഈ സാമാനത്തിൽ കരണ്ട് വെച്ചിട്ടുണ്ട്, പ്ലെയിൻ പറപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പലവരും എൻ്റെ ശരീരത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ അങ്ങോട്ട് വീണ്ടും ഒരു കാസറ്റ് കൊടുത്തയച്ചു വീരപ്പൻ. അപ്പം ജയലളിതനൊക്കെ ഒരു കാസറ്റ് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഉം. ജയലളിതനോട് പറഞ്ഞു വെടി വേശി തേവിടിച്ചി ഓ ഏൻ സംസാരം, ഏൻ പൊണ്ടാട്ടി, എൻ്റെ ഭാര്യ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്ത്, ഞാനും നിങ്ങളും കൂടിയിട്ടല്ലേ പ്രശ്നം, ഇന്നേറ്റല്ലേ നോക്കേണ്ടത്, അല്ലാതെ എൻ്റെ ഭാര്യനെ അല്ലല്ലോ ഉപദ്രവിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടൊരു കേസറ്റ്. അപ്പോഴേക്ക് 42 ദിവസമായി. അപ്പോൾ ജയലളിത ഓർഡർ ഇട്ട് ഒരു SP പോയിട്ടുണ്ടെങ്കിൽ 100 1000 SP ഇവിടെ ഉണ്ട്, SP ചേർത്തിട്ട് ഫയർ ചെയ്യാൻ പറഞ്ഞിട്ടാണ് മിലിറ്ററിന് ഇറക്കണത്. ഓ അപ്പം ഞങ്ങൾ കീഴ്ക്കോത്തയിരി ഒരു മരൻ്റെ തട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കീപ്പട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ബസ്, പോലീസിൻ്റെ ബസ് ഇങ്ങനെ മിലിറ്ററിക്കാരെ അവിടെ ഇറക്കിയിട്ട് പോവുകയാണ്. മേപ്പിട്ട് ഇങ്ങനെ മലൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും വരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന കാവക്കാരൻ വന്നിട്ട് വിവരം പറഞ്ഞ് ഇതാ പോലീസ് വരുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് മുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്ത് DSPയും ടീമിനെയും ഞങ്ങൾ കയ്യെ പിടിച്ചിങ്ങാണ്ട് നേരെ നാട്ടിലേക്കാണ്ട് നടന്ന് ഈ മേട്ടിപ്പാളയം റൂട്ടിലേക്ക്. അപ്പോൾ മിലിറ്ററി ഇങ്ങനാണ്ട് പോകും. അപ്പം ഞങ്ങൾ പൊന്തയിൽ ശ്വാസം പിടിച്ചിട്ടിരിക്കും. അവരാണ്ട് പോയതിന് ശേഷം ഞങ്ങൾ നടത്തം തുടങ്ങി. പുലർച്ചെ 4 മണിക്ക് DSPക്ക് അറിയുന്ന ഒരു കൗണ്ടറെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് കൗണ്ടറെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് കോയമ്പത്തൂർ കലക്ടറിന്
ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ കലക്ടർ ഒരു ജീപ്പ് അയച്ച് ആ കോളനിയിലേക്ക്. കൗണ്ടറോട് SP പറഞ്ഞ് ഈ 3 മലയാളത്തുകാരെ ഒരു 500 ഉറുപ്പ്യ കൊടുത്തെങ്ങാണ്ട് ഫസ്റ്റ് ബസ്സിനാണ്ട് കയറ്റി വിടണമെന്ന്. ഫസ്റ്റ് വന്ന് ഞങ്ങളതിൽ കയറി കോയമ്പത്തൂർ ഉക്കടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിൻ്റെ ഒപ്പമുള്ള ആള് ഒരാൾ അരീക്കോട് രാമൻകുട്ടി, ഒരാൾ ചേലക്കര കുമാരൻ. അവരപ്പം തന്നെ നമ്മളെ കേരള ബസ് വന്നപ്പോൾ തന്നെ അതിൽ കയറി. ഞാൻ ലോറിപ്പേട്ടയിലേക്ക് ചെന്ന്. എനിക്ക് 40 കൊല്ലത്തെ പരിചയമുള്ള ലോറിപ്പേട്ടയാണ്. കണ്ടമാനം ലോറി ബുക്കിംഗ് ഓഫീസും കണ്ടമാനം ലോക്കൽ ഡ്രൈവർമാരും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഡ്രൈവർ യൂണിയൻ ഓഫീസിൻ്റെ കോലായിൽ വന്നിട്ടിരുന്ന്. അപ്പോൾ കോയമ്പത്തൂർ സെൽവാപുരം എന്ന് പറഞ്ഞ അബ്ദുൾ റഹ്മാൻ ലോക്കൽ ഡ്രൈവർ എൻ്റെ ഒരു സ്നേഹിതനാണ്. അയാൾ വന്നിരുന്നു. എവിടെ ശിവ, എന്നെ കണ്ടിട്ട് കൊല്ലങ്ങളോളം ആയല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പോൾ വീരപ്പൻ്റെ അടുത്ത് ചാടി വരികയാണ്. ആനക്കൊമ്പ് ഇത്ര പോരുണ്ട് ഒരു കെട്ട് പോലെ. ആനവാലെടുക്കൂല. ഞാനെല്ലാം എടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കുന്നു. നാട്ടിലെ ആൾക്കാർക്ക് അതിന് കൊടുക്കാലോ. അപ്പോൾ അത്രയും വണ്ണം പറഞ്ഞ് എല്ലാം ചോദിച്ച് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ല, ആകെ 10-20 ഉറുപ്പ്യുള്ളൂ. 500 ഉറുപ്പ്യയിൽ ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ഷർട്ട് കൊടുത്ത് ഒരു മുണ്ട് കൊടുത്ത് പൈസ കഴിഞ്ഞു. അങ്ങനെ ഉക്കളം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നിട്ട് ഓരോ ക്വാർട്ടർ അടിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അടിക്കാന്നാണ്. ഓരോ ക്വാർട്ടറൊക്കെ അടിച്ച് കുട്ടൻ ബിരിയാണി കിട്ടണ ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കുട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് എന്നിട്ട് വീണ്ടും ഡ്രൈവർ യൂണിയൻ ഓഫീസിൻ്റെ കോലായിൽ ഇരിക്കുകയാണ്. അപ്പോൾ കോയമ്പത്തൂർ RS പുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. RS പുരം. അവിടുന്ന് ഒരു ചെട്ടിയാർ വരികയാണ്. 2 ഡ്രൈവറെ കടയ്ക്കുമാന്ന് ചോദിച്ചിട്ട്. അപ്പം എന്നോട് അത്രയും വണ്ണം പറഞ്ഞ് പോകുമല്ലേ. പോകാം, എന്താ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പെരയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ പൈസയില്ല. അങ്ങനെ RS പുരം പോയി വണ്ടി സ്റ്റാർട്ടാക്കി. ഇവിടുന്ന് പട്ടുപൂച്ചി പുഴുവിൻ്റെ തട്ട്, അലുമിനിയത്തിൻ്റെ തട്ട് അഹമ്മദാബാദിക്ക് മൂപ്പര ലോഡാണ് അത്, ചെട്ടിയാരെ ലോഡ്. അഹമ്മദാബാദിലേക്ക് കയറ്റി അഹമ്മദാബാദിൽ അവിടെ ഇറക്കി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ലോഡ് കയറ്റിയിട്ട് ഇവിടെ വന്ന് ഷീമുഖ വന്നെങ്ങാണ്ട് അവിടുന്ന് ബിരിയാണി അരി കയറ്റിയിട്ട് പൂനെ പോയി. പൂനെ ആലുകണ്ട അത് ഇറക്കിയിട്ട് അവിടുന്ന് പിന്നെ ആലുകണ്ട ഉരുളൻകിഴങ്ങ് കയറ്റിയിട്ട് നാഗർകോവിലിൽ പോയി. നാഗർകോവിലിൽ പോയി പിന്നെ ഉരുളൻകിഴങ്ങ് പിന്നെ ഇറക്കി. തൂത്തുക്കുടിക്ക് കാലി പോയി കണ്ട് ഉപ്പിൻ്റെ കണ്ടത്തിൻ്റെ വേസ്റ്റ് ഉണ്ട്, അത് സിമെൻറ്റ് ഫാക്ടറിക്ക് ആവശ്യമാണ്. ഉപ്പിൻ്റെ അടിയിലത്തത് ഒരു പപ്പടമാരി ഉണ്ടാവും. അപ്പോൾ ആ ലോഡ് കയറ്റി. അപ്പോഴേക്ക് കർണാടക പോലീസ് പിന്നെ അറിഞ്ഞ്. ഇവിടെ തിരൂര് ശിവദാസൻ വീരപ്പൻ്റെ പിടിയിൽ നിന്നാണല്ലോ. കർണാടക പോലീസ് അറിഞ്ഞ് ഈ വിവരം. ഉടനെ വാർത്ത വന്നിരുന്നോ? ഉടനെ എൻ്റെ ഭാര്യ വീട്ടിൽ വന്ന്. അപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് പറഞ്ഞ 3 കൊല്ലമായി ഇവിടുന്ന് പോയിട്ട് ഒരു വിവരമില്ല. അന്ന് മൊബൈൽ ഫോണില്ലല്ലോ. അങ്ങനെ കോയമ്പത്തൂർ പോയി പോലീസ്. അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ചെട്ടിയാരെ ലോറിയിൽ ഡബിൾ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. ഓഹോ, ചെട്ടിയാരെ പോയി പിടിച്ച് പോലീസ്. ലോറി ചന്ദനം വെച്ചങ്ങാണ്ട് സീസ് ചെയ്യും. ലോറി ആദ്യം എവിടേക്കാണ് പോയത്, പിന്നെ എവിടേക്കാണ് ലോഡ് കയറ്റിയത്, എല്ലാ ഡ്യൂട്ടിയാലും പോലീസ് എടുത്തു. പിന്നെ ഞാൻ ഒരു പൊള്ളാച്ചി വരെ ഞാൻ തന്നെ ലോറി വിട്ടത്. അപ്പോൾ തന്നെ എനിക്ക് കണ്ണിലേക്ക് ഉറക്കായി. അപ്പോൾ അത്രയും മണ്ണം ഉറക്ക് വരുന്നുണ്ട്, ഞാൻ കിടക്കങ്ങൾ ഇടിയെന്ന് അറിഞ്ഞു. ഒരു മുഖമൊക്കെ കഴുകി മൂപ്പര് വിടൽ തുടങ്ങി. അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് ACC സിമെൻറ്റ് ഫാക്ടറിക്കാണ് ഈ ലോഡ്. സിമെൻറ്റ് ഫാക്ടറിൻ്റെ ഞാൻ ക്ലീനർ സീറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. നേരെ മുന്നിൽ ലോറിൻ്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ജീപ്പ് വിലങ്ങിട്ട്. പോലീസിൽ നിന്നൊന്നും ജീപ്പിൽ എഴുതിയിട്ടില്ല. അപ്പോൾ നിർത്തിയപ്പോൾ ശിവ എണീക്കാൻ പറഞ്ഞ് നമ്മൾ അദ്രയമാണ്. ഡോറ് തുറന്നിട്ട് നെസറേനോ നിംദെന്ന് ചോദിച്ചു. പേരെന്താണെന്ന് ചോദിച്ചു. ബാബ മുഹമ്മദ് SP ആണ്. 4 പോലീസുകാരും. എനിക്ക് കർണാടക മലയാളം പറയണമായിരിക്കും അറിയാം. നസറു ശിവദാസ് എന്നറിഞ്ഞ്. ബാറോ കിളകടയെന്ന് താഴത്തേക്കൊണ്ട് വാന്ന് അറിഞ്ഞ്
ഞാൻ ഇറങ്ങാൻ താമസിച്ചപ്പോൾ എന്നെ പിടിച്ചാണ്ട് ലോറിക്ക് ഒരൊറ്റ ഇടല്, അല്ല ജീപ്പിലേക്ക് ഒരൊറ്റ ഇടല്. ഇന്നൊക്കെ അതിൻ്റെ കയ്യും കാലും മുറിഞ്ഞിട്ടുണ്ടാവും. അന്ന് നല്ല ബോഡിയല്ലേ. അങ്ങനെ സത്യമംഗലം ഫോറസ്റ്റ് ബംഗ്ലാവിലാണ് ഇവരെ ക്യാമ്പ്. അതിൻ്റെ മുമ്പായിട്ട് ഡ്രൈവർ ഞാൻ തലവരുണ്ട്, നേതാവുണ്ട്. അയാളോട് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ആളെ കണ്ട്. അപ്പം അയാൾ പറഞ്ഞ് നല്ല പയ്യനുങ്കോ എങ്കിൽ എപ്പോഴോ അങ്ങനത്തെ ആളുടെ പോയി സിക്കുന്നത്, നല്ല പയ്യനുങ്കോ എന്ന് പറഞ്ഞു. ആ ശരിയെന്നും പറഞ്ഞ് ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് ഇന്ന മരത്തിൻ്റെ മരം ലാട്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വാവാ മുഹമ്മദ് SP കൊണ്ടുപോയി. ശിവദാസ ഞങ്ങൾക്ക് ഈ ചന്ദനം പിന്നെ വെട്ടിമുറിക്കുന്നവരെയോ അല്ലെങ്കിൽ ആന വേട്ടക്കാരെയോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമല്ല. ഞങ്ങൾക്ക് ആവശ്യം വീരപ്പനെയാണ്. ഇത് 5 മാസം അയാളെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. എവിടെ കിടന്ന് ഏത് റൂട്ടിൽ പോയി ആരെല്ലാം ബന്ധപ്പെട്ട് ഇതെല്ലാം കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കണം പോലീസിന്. ഞാൻ എന്നപ്പോൾ കൊണ്ടുവന്നത് കർണാടക DIG ശങ്കരബിദ്രി കുമാറിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഉള്ളതുമായിരിക്കും മൂപ്പരോട് പറയണം. നുണ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയോ ആൾക്കാരെ കൊല്ലാനുള്ള പെർമിറ്റ് കർണാടക ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ഞങ്ങൾ അനവധി ആൾക്കാരെ ഇപ്പോൾ കൊന്ന്. നിന്നെ അതേമാതിരി കൊന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു MP MLA മന്ത്രിയോ ആരും ഇങ്ങോട്ട് വരില്ല ചോദിക്കാൻ. അപ്പോൾ DIGൻ്റെ അടുത്തേക്ക് ചെന്ന് DIG പറഞ്ഞ് ശിവദാസ് കൂത്തുകൊള്ളാമെന്ന് ഇരിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ നിൽസത്തിന് സാറെന്ന് പറഞ്ഞു. നാളെ ഹിന്ദു നീനു കർണാടക STF ഇൻഫാമർ. നാളെ മുതൽക്ക് കർണാടക STF ഇൻഫാമറാണ്. മാസം 12,000 രൂപ ചെലവ് കഴിച്ചിട്ട് ಮಾಸത്തിൽ. അപ്പം ഞാൻ ഒരു ഐഡിയ എടുത്ത്, ಸಾರ್ ഞാൻ ಮನೆಯಿಂದ ಬಂದ್ಬಿಟ್ಟು 3 ವರ್ಷ ಆಗಿದೆ. ಹೆಂಡತಿ ಮಕ್ಕಳೇ ನೋಡಿಕೊಂಡು ಆಮೇಲೆ ಡ್ಯೂಟಿ ಮಾಡ್ತೀನಿ, ಗ್ಯಾರಂಟಿಯಾಗ ಮಾಡ್ತೀನಿ. അതായത് ഭാര്യയും കുട്ടികളെയും കണ്ടിട്ട് ഡ്യൂട്ടി ഞാൻ തുടർന്നോളാം. അപ്പോൾ SP-നെ മുഹമ്മദ് ബാലിന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞ് ശിവദാസൻ ഇപ്പം തന്നെ ജീപ്പ് കയറ്റിക്കൊണ്ടുപോയി ഭാര്യയും കുട്ടികളെ പിന്നെ കാണിച്ചിട്ട് ഒരു 12,000 രൂപ ഭാര്യൻ്റെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് ഈ ജീപ്പ് തന്നെ കണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ പുലർച്ചെ 4 മണിക്കാണ് ഒഴൂർ പഞ്ചായത്തിൽ പുലിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭാര്യ വീട്. അവിടെ എത്തിയപ്പോൾ മൂപ്പര് പറഞ്ഞേ, ശിവദാസ എനിക്കൊന്ന് നിസ്കരിക്കണം, കക്കൂസിലേക്കൊന്ന് പോകണം. എവിടെ പള്ളി? ഒന്നാണ്ട് മുന്നോട്ട് വിട്ടോളിന്ന് പറഞ്ഞു. അവിടെ ചെന്ന് മൂപ്പര് പള്ളിക്കരിക്കാണ്ട് പോയി. അപ്പോൾ പള്ളിയിൽ ആ നേരത്തെ ഈ 4:30-5 മണിക്ക് നിസ്കരിക്കാൻ വരുന്നവരൊക്കെ പറഞ്ഞ് ഇത് വേലായുധൻ്റെ മരുമകനാണല്ലോ. കുറേ ആൾക്കാർ പള്ളിയിൽ പോയി, കുറേ ആൾക്കാർ പള്ളിക്ക് പോയിട്ടില്ല. അങ്ങനെ ഭാര്യ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൂട്ടക്കരച്ചൽ. അപ്പോൾ SP പറഞ്ഞ് നിങ്ങളാരും കരയണ്ട, ശിവദാസൻ ഞങ്ങളെ പിന്നെ സഹായിയാണ്, അല്ലാതെ ഓം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാ. അപ്പം തന്നെ അമ്മായിയമ്മ കോഴിമുട്ട ഒഴുങ്ങി വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി അതൊക്കെ ചായയും കുടിച്ച. നമ്മളെ പെരയിൽ ആട്ടുംപാലുണ്ട്, കോഴി നാടൻ കോഴി ഇഷ്ടമായിട്ടുണ്ട്. 10-20 പിന്നെ മുടുകാണ്ട് പുഴുങ്ങി എല്ലാവർക്കും പള്ളറച്ച് ചായയും കടിയും കുടിച്ച്. അതന്നെ സത്യമംഗലം പോക്ക്. സത്യമംഗലം എത്തിയപ്പോൾ പിറ്റേ ദിവസത്തെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞ് സാർ പിന്നെ കൈലാസപ്പള്ളം എന്നാണ് അങ്ങോട്ട് പേര്, അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ്. നാളെ ചെന്ന് 75 മിലിറ്ററിക്കാരുണ്ട്, ഞാനുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു 40 ബോംബ് നിർമ്മിച്ചത് ഒരു പൊന്തിയിൽ കൊണ്ടുപോയി, ഇത് ബേബി വീരപ്പനാണ് ആ സാധനം കൊണ്ടുപോയി വെക്കണത്. 40 ബോംബ് അത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഒരാൾ വയർലക്ഷം കെട്ടിയിട്ട് ഒരു പോലീസുകാരുണ്ട്, ഉടനെ ക്യാമ്പിലേക്ക് വിളിച്ച് ശിവദാസൻ ഐഡിയ പ്രകാരം 40 ബോംബ് സിക്കിയത്. ശിവദാസൻ്റെ ഐഡിയ പ്രകാരം 40 ബോംബ് കിട്ടി. ഇന്നത്തെ ഡ്യൂട്ടി മതി, ക്യാമ്പിലേക്ക് വരാൻ പറഞ്ഞ്. നല്ല ഫുഡൊക്കെ, കൊടുക്കന്മാരാണ് കൂടുതൽ ഈ പോലീസിലുള്ളത്. അവർ പന്നിയിറച്ചി, മറ്റുള്ളവർ ആട്ടിറച്ചിയും കോഴിയിറച്ചിയും മദ്യവും അതിലൊക്കെ പങ്കെടുത്ത്. പിറ്റേ ദിവസം ബോംബ് നിർമ്മിക്കാനുള്ള കരിമരുന്ന് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഐഡിയ ഇല്ല, നിങ്ങൾ അന്ന് ക്യാമ്പ് വളഞ്ഞപ്പോൾ ഞങ്ങൾ ഈ സാധനം ഓടുമ്പോൾ കാട്ടിലിക്കാണ്ട് ഇട്ടത്, നമ്മൾ പോയി നോക്കുക എന്ന് പറഞ്ഞ്. ഗുരുത്തം പോലെ ആ സാധനവും കിട്ടി.
അത് കിട്ടി. അപ്പോൾ കർണാടക പോലീസിന് എന്നെ ഫുള്ള് വിശ്വാസമായി. അങ്ങനെ ഒരു 6 മാസം നിന്നപ്പോൾ ഞാൻ DIGനോട് പറഞ്ഞു, സാർ എനിക്ക് അറിയാവുന്നതെല്ലാം കാണിച്ചു കൊടുത്തിരിക്കുന്നു, ഇനി ഒന്നുമില്ല, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും പോകാൻ ടയേർഡാണ്. അപ്പം മൂപ്പര് ഒരു 10,000 ഉറുപ്പ്യ എടുത്ത് തന്ന്, എന്നാൽ പോയിട്ട് വാന്നും പറഞ്ഞ് ആ വരവ് കൊണ്ട് വന്നതാണ്. പിന്നെ പോയിട്ടില്ല. പിന്നെ കച്ചവടമാണ്ട് തുടങ്ങി, വളത്തിൻ്റെ കോഴിക്കാട്ടം കാട്ടം ചാണാപ്പൊടിൻ്റെ കച്ചവടമാണ്ട് തുടങ്ങിയപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ 2 പെൺകുട്ടികളെ കെട്ടിക്കാണ്ടായിരുന്നു. മൂത്ത മകൾ ലക്ഷ്മിക്ക് 25 പവനും 25,000 കൊടുത്ത്. അന്ന് 15,000 ഉറുപ്പ്യാണ് സ്വർണത്തിന്. രണ്ടാമത്തെ മകൾക്ക് 15 പവനും 25,000. അങ്ങനെ 2 പെൺകുട്ടികളെയും കെട്ടിച്ച് പിന്നെ ഒരു മകൻ പെണ്ണ് കെട്ടി. പിന്നെ അതിൻ്റെ താഴെയുള്ള ആൾ തൃശ്ശൂർ ചാലക്കുടിയിൽ ചിത്രകല എന്ന് പറയും, അതിന് പഠിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. സംഭവ ബഹുലമാണ്. അതായത് ഒരു 6 പ്രാവശ്യമെങ്കിലും വെടികൊണ്ട് ചാകേണ്ടതാണ്. എല്ലാം ഭാഗ്യത്തിന് കഴിച്ചലായതാണ്. ഈ തോക്കുകളൊക്കെ എവിടുന്നാ വാങ്ങിയത്? തോക്കൊക്കെ അവിടെ ധർമ്മപുരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, സേലത്തിൻ്റെ അടുത്ത്. പോലീസ് വാൻ പൊട്ടിച്ച് ഒരുപാട് ആളുകളെ റാംബോ ഈ ബസ്സിൻ്റെ ഫുട്പാത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് AK-47 ഇടത്തേക്കായാലും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. അപ്പോൾ ഇവൻ കുറേ പൊന്തിയും വീണ് താടിയല്ലി കയ്യും കാലെല്ലാം മുറിഞ്ഞു. മറ്റുള്ള ബസ്സിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും മരിച്ചു. Chapter 4. A chapter with endless stories.